ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. BSNL 5Gയിലോട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ആർക്കും വിശ്വാസമാവുന്നില്ല അല്ലേ? എന്നാൽ BSNL 5Gയിലോട്ട് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. എന്നാൽ പല ഉപഭോക്താക്കളും പറയുന്നു നല്ല രീതിയിൽ 4G പോലും കിട്ടുന്നില്ല. എന്നാൽ BSNL 4Gയുടെ പണി വേഗത്തിലാക്കുകയും ഉടനെ 5Gയിലോട്ട് അതിപെട്ടെന്ന് മാറാനുള്ള സാങ്കേതിക വിദ്യയിലാണ് അവരുടെ നിലവിലുള്ള 4G വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പല ആളുകൾക്കും ഇപ്പോൾ 4G കിട്ടി തുടങ്ങിയിട്ടുണ്ട്. BSNL 4G കിട്ടുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം. ഈ ഇടയായിട്ട് ട്വിറ്ററിൽ അവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് സെൻട്രൽ മിനിസ്റ്റർ BSNL 5G ടെസ്റ്റിംഗ് ഒരു വീഡിയോ കോൾ ചെയ്യുന്നത്. അതായത് ഒഫീഷ്യൽ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു അത്. 4G നമ്മുടെ മുമ്പിൽ എത്തിക്കുക, അതിന്റെ ഒരു ഇനാഗുറേഷൻ പോലെയുള്ള ഒരു വീഡിയോ ആയിരുന്നു, അവരുടെ ഒരു ടെസ്റ്റിംഗ് വീഡിയോ ആയിരുന്നത്. അത് ട്വിറ്ററിലും യൂട്യൂബിലും ഒക്കെ അവർ സെർച്ച് ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. BSNL 5G ടെസ്റ്റിംഗ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് ആ ഒരു ടെസ്റ്റിംഗ് വീഡിയോ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വളരെ സ്പീഡിൽ ലഭിക്കുന്ന രീതിയിലായിരിക്കും 5G നമുക്ക് ലഭിക്കുന്നത്. BSNL എക്സ്പേർട്ടേഴ്സ് പറയുന്നത് BSNL ലഭ്യമാക്കുന്ന 4G സർവീസ് ഇനി വരാൻ പോകുന്ന 5Gയുടെയും സ്വകാര്യ നെറ്റ്വർക്കിന് അത് വലിയൊരു വെല്ലുവിളി തന്നെയാവും എന്നാണ് പറയുന്നത്. അതായത് BSNL 2100-700 മെഗാഹെർട്സിലാണ് നമുക്ക് 4G ലഭ്യമാക്കി വരുന്നത്. 2100 മെഗാഹെർട്സിൽ ക്വാളിറ്റിയും ഇതിന്റെ കവറേജും താരതമ്യേന കുറവായിരിക്കും. എന്നാൽ BSNL 5Gയിലേക്ക് വന്നാൽ BSNL റേഞ്ച് 700 മെഗാഹെർട്സിൽ നിന്നും 3500 മെഗാഹെർട്സിൽ സ്പെക്ട്രം ഉപയോഗിച്ചിട്ടുള്ള 5G നെറ്റ്വർക്ക് ആയിരിക്കും. ഇത് സ്വകാര്യ കമ്പനികളായ VI, എയർടെൽ, ജിയോ എന്നീ കമ്പനികൾ ഇത് വലിയ നഷ്ടം തന്നെ ഉണ്ടാക്കും എന്നാണ് വിലയിരുത്തൽ. നിലവിൽ എല്ലായിടത്തും 4G എത്തിക്കുന്നതിനോടൊപ്പം 5Gയിലോട്ടുള്ള വീഡിയോയും ആരംഭിച്ചു കഴിഞ്ഞു. സ്വകാര്യ കമ്പനികളെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചാർജിലാണ് BSNL സേവനം അനുഷ്ഠിച്ചിരിക്കുന്നത്. BSNL ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ വലിയൊരു സന്തോഷ വാർത്ത തന്നെയാണ്. അവർ ഈ 2024 ഡിസംബറോട് കൂടെ 5Gയുടെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് പറയുന്നത്. 2025 ആകുമ്പോഴേക്കും എല്ലായിടത്തും 5G കിട്ടുന്ന രൂപത്തിലാണ് അവർ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലുള്ള എയർടെൽ, ജിയോ, VI പോലെയുള്ള കമ്പനികൾ വലിയ ചാർജാണ് ഈടാക്കുന്നത്. എന്നാൽ BSNL 5Gയിലോട്ട് വന്നാൽ അവരുടെ റീചാർജ് നിരക്ക് 199 രൂപ തൊട്ടായിരിക്കും. അതായത് ഇത് മറ്റുള്ള നെറ്റ്വർക്കിന് ഇത് വലിയൊരു അടിയായിട്ട് മാറും എന്നുള്ളതാണ്. മറ്റുള്ള നെറ്റ്വർക്ക് 5Gയുടെ വരവോടെ അവരുടെ ചാർജ് കുറച്ചിട്ടില്ല എങ്കിൽ BSNLലോട്ട് എല്ലാവരും മാറുകയും പുതിയ കണക്ഷൻ എടുത്ത് അവർ BSNL തുടരുകയും ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ് കിട്ടാൻ പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.